ഈ വർഷം +1 പഠിച്ചു തുടങ്ങാൻ പോകുന്ന മക്കളെ, നിങ്ങൾക്കുള്ള ഒരു ഉപദേശമാണ്, നിങ്ങൾക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്, നിങ്ങളെ ഒന്ന് പേടിപ്പിക്കുന്ന വീഡിയോ ആണിത്. നിങ്ങളിത് മുഴുവനായിട്ട് കാണുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ മേ ബി നിങ്ങളുടെ ലൈഫ് മാറ്റിമറിക്കുന്ന ഒരു ഡിസിഷൻ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. എൻ്റെ പുറകിൽ കാണുന്ന ഈ ഗ്രാഫ് നിങ്ങൾ നോക്കുക. ക്രിക്കറ്റിന്റെയും ഫുട്ബോളിന്റെയും ഇടയിൽ പല പല ഗ്രാഫുകൾ കാണാറുണ്ട്. അതുപോലുള്ളൊരു ഗ്രാഫാണിത്. ഈ ഗ്രാഫ് സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ 16 വർഷത്തിൽ കേരളത്തിൽ +1 +2 പാസ്സായ കുട്ടികളുടെ ഓരോ വർഷത്തെയും പെർസെൻറ്റേജ് കണക്കാണ്. 2009 മുതൽ 2025 വരെയുള്ള ഡാറ്റ ഇതിലുണ്ട്. ഈ ഗ്രാഫ് നിങ്ങൾ നോക്ക്, ഇടക്ക് കൂടുന്നുണ്ട്, ഇടക്ക് കുറയുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ 5 വർഷത്തെ ഡാറ്റ നിങ്ങൾ നോക്ക്. ഈ ഒരു വർഷം നിങ്ങൾ നോക്കണ്ട, അതായത് 2020 എന്തായിരുന്നു, അത് 87.94 അത് കൊറോണ വർഷമായിരുന്നു. അതിനുശേഷം നിങ്ങൾ നോക്ക്, അടിക്കടി ഓരോ വർഷം 21, 22, 23, 24, 25 എന്ന് പറഞ്ഞിട്ട് ഓരോ വർഷങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ വിജയ ശതമാനം കുറയുന്നുണ്ട്. ഏറ്റവും അവസാനം ഈ വർഷം +2 പാസ്സായ കുട്ടികൾ, അവരേത് സ്ട്രീം ആട്ടെ, സയൻസ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, അവർ 100 പേര് പഠിച്ചിരുന്നുവെങ്കിൽ അതിൽ 77 കുട്ടികൾ മാത്രമേ പാസ്സായുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ 100 പേരിൽ 23ഓളം കുട്ടികൾ എന്ത് ചെയ്യാണ്, തോൽക്കാണ്. ഓൾമോസ്റ്റ് കാൽ എന്ന് നമുക്ക് പറയാം അല്ലെ, 25% കുട്ടികൾ തോൽക്കുകയാണ്. ഞെട്ടിപ്പിക്കുന്ന, നിങ്ങളെ കണ്ണ് തുറപ്പിക്കുന്ന കണക്കുകളാണിത്. നിങ്ങൾ അറിഞ്ഞിരിക്കുക, നിങ്ങൾ ഇനി ചെയ്യാൻ പോകുന്ന +1 +2 എന്ന് പറഞ്ഞ കോഴ്സിന്റെ വിജയ ശതമാനം തികച്ചും നിലവിൽ പ്രകാരം 77.81 ഉള്ളൂ. നമ്മളെ ചുറ്റും കാണുന്ന പല ആൾക്കാരും പഠിച്ച് പാസ്സാവുന്ന സമയത്ത് പലരും ആ +1 +2ന്റെ ആവേശത്തിൽ പലതും മറന്ന് ഈ 23 പേരിൽ ഒരാളായി മാറാറുണ്ട്. ഇതെങ്ങനെയെങ്കിലും നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിൽ അവസരങ്ങളുടെ ലോകമാണ്. കാരണം ഒരു കോളേജിലായിരിക്കും നിങ്ങൾ മുന്നോട്ട് എന്ത് പഠിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ള ഒരു ഡിസിഷൻ നിങ്ങൾ മിക്കവാറും എടുക്കുക. ആ കോളേജിൽ ഒന്നിൽ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കോളേജിൽ പഠിച്ച് ഇറങ്ങിയ ശേഷം ജോലി ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിലായിരിക്കും. ആ കോളേജിൽ എത്തിക്കിട്ടാൻ ഒരു +2 എന്ന് പറയുന്നത് വളരെ വളരെ ക്രൂഷ്യലാണ്. പല കുട്ടികളും ഈ ഒരു സാധനം മനസ്സിലാക്കാതെയാണ് +1 +2 അഡ്മിഷൻ നേടാറ്. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരുന്നു, ഈ വീഡിയോ പേടിപ്പിക്കുന്നൊരു വീഡിയോ ആണ്, നിങ്ങളെ ഭയപ്പെടുത്തുന്നൊരു വീഡിയോ ആണ്, നിങ്ങളുടെ ഉള്ളിൽ ചെറുതായിട്ടെങ്കിലും ഒരു കനൽ കോരിയിടുന്ന വീഡിയോ ആണ്. ഞാൻ പറഞ്ഞതിനോട് നിങ്ങൾക്ക് അഗ്രി ചെയ്യുന്നുണ്ടോ? ചെറുതായിട്ടെങ്കിലും ഇപ്പോൾ ഒരു പേടി ഒന്നുണ്ട് തോന്നണം. ഇത് പേടിയേക്കാൾ കൂടുതൽ അതിലൊരു റിയാലിറ്റിയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആ റിയാലിറ്റി നിങ്ങൾ എത്രയും പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്ത് നിങ്ങളുടെ പഠന രീതികളിൽ, ഇത്രയും കാലം നിങ്ങൾ പഠിച്ച ശീലങ്ങളിൽ നിന്ന്, നിങ്ങളുടെ ഓവറുള്ള ജീവിത ശീലം അല്ലെങ്കിൽ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ ചില മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. ചില ശീലങ്ങൾ നിങ്ങൾ ലൈഫിൽ നിന്ന് എടുത്ത് മാറ്റാനുണ്ട്. ചില ശീലങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് നിങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നിങ്ങൾ 10ാം ക്ലാസ്സിൽ എത്ര A+ കിട്ടിയ കുട്ടികളായിക്കോട്ടെ, നിങ്ങൾ വിജയിച്ച് നല്ലൊരു മാർക്കോട് കൂടി നിങ്ങളുടെ വീട്ടുകാരുടെയും നിങ്ങളുടെ നാട്ടുകാരുടെയും മുമ്പിലൊക്കെ എല്ലാവരും അഭിമാനത്തോടു കൂടി ഇപ്പൊ 10ാം ക്ലാസ്സിൽ നിങ്ങളെ എത്രത്തോളം പൊക്കി പറഞ്ഞോ അത്ര തന്നെ പൊക്കി പറയെങ്കിൽ നിങ്ങൾ നല്ല എഫേർട്ട് എടുക്കണം. നിങ്ങൾ മനസ്സിലാക്കുക, 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടിയ എണ്ണം നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ അത് 30,000 40,000 പോകും. എന്നാൽ +2 ആകുമ്പോൾ അതിൻ്റെ എണ്ണം കുറയും. 10ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് മാർക്കൊന്നുമില്ല, മാർക്കുണ്ടോ? ഇല്ല. +2ൽ നിങ്ങളുടെ മാർക്ക് അറിയും. ഇത്തവണ കഴിഞ്ഞ വർഷം ഡാറ്റ പറയാം, കഴിഞ്ഞ വർഷം 140ഓളം കുട്ടികൾക്ക് എന്തുണ്ട്, ഫുൾ മാർക്ക് ഉണ്ടായിരുന്നു. 1200 മാർക്ക് സയൻസിലും കൊമേഴ്സിലും ഹ്യൂമാനിറ്റീസിലായിട്ട്. ഈ വർഷം എക്സാം ഏറ്റവും ഡിഫിക്കൽട്ടായ വർഷമായതുകൊണ്ട് A+ന്റെ എണ്ണം കുറഞ്ഞതിൻ്റെ കൂടെ അതിൽ ഫുൾ മാർക്കിൻ്റെ എണ്ണം കുറഞ്ഞു. ഈ വർഷം വെറും 41 കുട്ടി, നിങ്ങൾ ആലോചിക്കണം, 4.25 ലക്ഷത്തിന്റെ മുകളിൽ കുട്ടികൾ എക്സാം എഴുതിയതിൽ അതിൽ വെറും 41 പേർക്ക് എന്തുള്ളൂ, ഫുൾ മാർക്ക് കിട്ടിയിട്ടുള്ളൂ. അവരെന്ത് ചെയ്തിട്ടുണ്ടാവും? അവർ ടോപ്പേഴ്സാണ്. അവർക്ക് ഇനി ഒരു മാർക്ക് ബോർഡ് എക്സാമിൽ വാങ്ങാനില്ല അല്ലേ? അവർ മാക്സിമം വാങ്ങിയിട്ടുണ്ട്. അവരെങ്ങനെയായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക? അവർ എടുത്ത ഡിസിഷൻ ഞങ്ങൾ അവരോടൊക്കെ മാക്സിമം സംസാരിച്ചിട്ടുണ്ട്. ഇതിൽ എനിക്ക് അഭിമാനകരമായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം, എഡ്യൂപോർട്ടിന്റെ ഭാഗത്ത് നിന്ന് പറയാൻ പറ്റുന്ന കാര്യം, 41 പേര് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം എണ്ണിപ്പെറുക്കി 41 പേരുള്ളതിൽ 5 പേര് മക്കളെ എഡ്യൂപോർട്ട് പഠിച്ച ആൾക്കാരാ. എഡ്യൂപോർട്ടിന്റെ കൂടെ എഡ്യൂപോർട്ടിന്റെ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ച ആൾക്കാരാ. ഇവരെ ഫോട്ടോ നിങ്ങൾ നോക്ക്. ഇവർക്ക് ഇനി പെർഫെക്റ്റ് സ്കോറാ. ഇവർക്കൊരു മാർക്കും നഷ്ടപ്പെടില്ല. ഇവർക്ക് ഇനി ഒന്നും എക്സ്ട്രാ നേടാനില്ല. ബോർഡ് എക്സാമിൽ അവർ പെർഫെക്റ്റ് ആയി കഴിഞ്ഞു. 41ൽ 5 പേര് ഇവിടെ ഉണ്ട്. അവരെന്താ ചെയ്തേ?
എഡ്യൂപോർട്ട് കഴിഞ്ഞ എഡ്യൂപോർട്ട് സ്റ്റാർട്ട് ചെയ്ത മുതൽ +1 +2 ഞങ്ങൾ ഏറ്റവും റിസർച്ച് നടത്തിയ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് +1 +2. അത്രയ്ക്ക് ഞങ്ങൾ എന്തെങ്കിലും എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഏറ്റവും ബെസ്റ്റ് കുട്ടികൾക്ക് എന്താണോ ബെസ്റ്റ് അത് തന്നെയാണ് ഞങ്ങൾ ബാച്ചിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് അഭിമാനകരമായിട്ട് ഞാൻ എൻ്റെ അഭിമാനത്തോടു കൂടി നെഞ്ഞിൽ കൈവച്ചുകൊണ്ട് ഞാൻ അനൗൺസ് ചെയ്യാണ്, കേരളത്തിലെ ഏറ്റവും മികച്ച +2 ബോർഡ് ബാച്ച്. നിങ്ങൾ +1 ആണ്, +2 ഞാൻ അങ്ങനെ തന്നെ പറയാണ്. +1ഉം +2ഉം നിങ്ങൾ എഡ്യൂപോർട്ടിന്റെ കൂടെ പഠിക്കണം, റിസൾട്ട് ഉള്ള സ്ഥലത്ത് പഠിക്കണം. കേരളത്തിലെ ഏറ്റവും മികച്ച ട്രാക്ക് റെക്കോർഡുള്ള ഈ ബാച്ച് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, പിന്നീട് അഡ്മിഷൻ കിട്ടിയിട്ട് ജോയിൻ ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അവർക്ക് എല്ലാവർക്കും ഒരു അവസരമാണ് മക്കളെ. ഇത് 5 ബാച്ച് ഞങ്ങൾ ഓൾറെഡി സൂപ്പർ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരുന്നു. +1 സൂപ്പർ ബാച്ച് നെക്സ്റ്റ് ബാച്ച് ഞങ്ങൾ ലോഞ്ച് ചെയ്യുന്നത് ഡേറ്റ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ജൂൺ 10-നാണ്. ബക്രീദ് പെരുന്നാൾ അവധി കഴിഞ്ഞ് ജൂൺ 10-ാം തീയതി നമ്മൾ സൂപ്പർ ബാച്ച് 6 നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. സൂപ്പർ ബാച്ച് 6 നിങ്ങൾ ജോയിൻ ചെയ്തില്ലേ, പക്ഷെ അതിൽ കൂടെ നിങ്ങൾ അറിയേണ്ടത് ഫുൾ മാർക്ക് ആഗ്രഹിച്ച് എഡ്യൂപോർട്ടിന്റെ കൂടെ പഠിക്കാൻ ഒരുപാട് പേര് ഈ ബാച്ച് ഓൾറെഡി ജോയിൻ ചെയ്തവരുണ്ട്. അവരെ കൂടെ നിങ്ങൾക്ക് പഠിക്കാനുള്ള അവസരമാണ്, മിസ് ചെയ്യരുത്. എഡ്യൂപോർട്ടിന്റെ ലൈവ്സ് ആണെങ്കിലും റെക്കോർഡ് ക്ലാസ് ആണെങ്കിലും ആപ്പിലുള്ള അഡാപ്റ്റ് ടെക്നോളജി ആണെങ്കിലും ഏറ്റവും ബെസ്റ്റ് ആണ്. അത് ഞങ്ങൾക്ക് അങ്ങനെ തന്നെ പറയാം. ഞങ്ങളുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ടീം തന്നെയാണ്. ഈ പിറകിൽ കാണുന്ന കേരളത്തിലെ +1 +2 ബോർഡ് എക്സാമിന് സയൻസിന്റെ കേസിൽ ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റീസ്, ഈ ഒരു ലൈനപ്പ് മറ്റാർക്കും അവകാശപ്പെടാനില്ല. ഇത് തന്നെയാണ് എഡ്യൂപോർട്ടിന്റെ പവർ. ഇതിന്റെ കൂടെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഡെയിലി ഷെഡ്യൂളിങ്സും പ്രോപ്പർ ആയിട്ടുള്ള എക്സാം സിസ്റ്റംസും പ്രോപ്പർ ഒരു മെന്റർഷിപ്പ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഇതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. ബാച്ചിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇതിലും ബെസ്റ്റ്, ഓൺലൈൻ അല്ല ഓഫ്ലൈൻ ആയിട്ടും നിങ്ങൾക്ക് ബെസ്റ്റ്, ഇതിലും ബെസ്റ്റ് ഒരു ബോർഡ് ബാച്ച് നിങ്ങൾക്ക് കിട്ടില്ല. അത് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന വാക്കാണ്. 2 വർഷം കഴിഞ്ഞതാ ഇതിൽ ചിലപ്പോൾ ഈ വർഷം 41 ഫുൾ മാർക്കുള്ള ആ ഒരു എണ്ണം മേ ബി താഴോട്ട് പോയേക്കും. പക്ഷെ അതിന് ഒരു കുട്ടിയാണെങ്കിലും ആ ഒരു കുട്ടി എഡ്യൂപോർട്ടിൽ പഠിച്ച കുട്ടിയായിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അത്ര കോൺഫിഡൻസിലാണ് നിങ്ങൾ ഈ ബാച്ചിൽ ക്ഷണിക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന ബോർഡ് ബേസിൽ നിങ്ങൾ ബോർഡ് ബാച്ച് ആണോ പഠിക്കുന്നത്, നിങ്ങൾ എടുക്കുന്ന ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ ആയിരിക്കും ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുക എന്നുള്ളത്. നിങ്ങൾ കൂടെ പഠിക്കുക. ഇനി നീറ്റ് ആണെങ്കിലും JEE ആണെങ്കിലും അതിന്റെ വീഡിയോസ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു നീറ്റ് അല്ലെങ്കിൽ JEE ആസ്പിരന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഞങ്ങളുടെ നീറ്റ് JEE ബാച്ചിൽ ജോയിൻ ചെയ്യാം. അത് നമ്മൾ വേറെ വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. ജോയിൻ ചെയ്യാൻ താഴെ കാണുന്ന ഒരു ഫോം ഉണ്ട്. ആ ഫോം നിങ്ങൾ ഫില്ല് ചെയ്താൽ മാത്രം മതി. നിങ്ങളെ നിർബന്ധമായും ഞങ്ങൾ കോൺടാക്ട് ചെയ്തിരിക്കും. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, വിശ്വസിക്കാം, ഞങ്ങളുടെ കൂടെ പഠിക്കാം.